സംസ്ഥാന ഖജനാവ് കാലിയാണെന്ന AK ആന്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ സർക്കാർ വരുന്നതിന് മുൻപ് ജനങ്ങൾ കൈപ്പുനീര് കുടിക്കുമെന്ന് പറയരുത്. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഈ വർഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. LDF സർക്കാരിനോട് കാണിച്ച അതേ അവഗണന UDF സർക്കാരിനോടും കേന്ദ്ര സർക്കാർ കാണിക്കുമെന്നും എന്നാൽ സംസ്ഥാന താൽപര്യത്തിനു വേണ്ടി പ്രതിപക്ഷം കൂടെയുണ്ടാകുമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ഏറ്റവും വളരെ സീനിയർ നേതാവുമായിട്ടുള്ള ശ്രീ AK ആന്റണിയെ കാണാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളം 2001 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തുള്ളതിനേക്കാളും വല്ലാത്തൊരു അവസ്ഥയിലാണ്, വല്ലാതെ പാപ്പരായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും കൈപ്പുനീർ കുടിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2026 ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഇറങ്ങി പുതിയ ഒരു ഗവൺമെൻറ് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം കരുതുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലേ അല്ല എന്ന് മാത്രമല്ല മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ആ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ UDF ഗവൺമെൻറ്റിനെ നന്നായി ഉപദ്രവിക്കാൻ നേരത്തെ LDF ഗവൺമെൻറ്റിനോട് കാണിച്ച സമീപനം തന്നെ അവർ തുടരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം പ്രതിപക്ഷ സംസ്ഥാനങ്ങളെല്ലാം ഉപദ്രവിക്കുക എന്നുള്ളത് BJPയുടെ നയമാണ്. അങ്ങനൊരു നയം എടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ അതിശക്തമായ ശബ്ദം ഉയർത്താൻ ഞങ്ങളും ഉണ്ടാവും, യാതൊരു സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.